ഹായ് ഫ്രണ്ട്സ്, മന്ദാരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഇഞ്ചി നടാം. അതിനായിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ തന്നെ പഴയ ചട്ടിയിലെ മണ്ണ് തട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് സാധാരണ ചേർക്കുന്ന പോട്ടി മിക്സ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഡോളമേറ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചാര ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചാര ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത്. ചാരം ഇഞ്ചിക്കൊക്കെ നല്ലൊരു വളമാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് ഒരുവിധം പച്ചക്കറികൾ നടുന്നതിലൊക്കെ ഞാൻ ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞത് മാത്രം. ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് വിളവിൽ കുറവൊന്നും വന്നിട്ടില്ല. പച്ചമുളക്, വെണ്ട, വഴുതന, പയർ, ഇതിനൊക്കെ ഞാൻ ഈ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് വളമായിട്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചട്ടിയുടെ ഹോൾ അടയ്ക്കുക. അതിലേക്ക് പച്ചിലയോ കരിയിലയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് അടിയിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണങ്ങിയ പുല്ലാണുള്ളത്. ഞാൻ പുല്ല് വെട്ടിയ സമയത്ത് അതെല്ലാം ഒരു ചാക്കിലാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വേനൽ സമയത്ത് എടുത്തു വെച്ചതാണ്. ഇപ്പോൾ അത് ഉപകാരമായി. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ നടാൻ എടുക്കുന്ന ഇഞ്ചി കടയിൽ നിന്ന് കറിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതിൽ മുള വന്നത്, അതിൽ ആരോഗ്യമുള്ള കഷ്ണം നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ട് നടുന്നത്. അങ്ങനെ നട്ടിട്ട് എനിക്ക് ഒരുപാട് ഇഞ്ചി പറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിന് മുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ നട്ട് കൊടുക്കുന്നത്. അല്ലാതെ വിത്തിഞ്ചി എന്ന് പറഞ്ഞ് വാങ്ങി നട്ടതല്ല. കടയിൽ നിന്ന് വാങ്ങിയ ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഒരു കഷ്ണമല്ല, ഇഞ്ചി നമ്മൾ വാങ്ങുമ്പോൾ ഈ സമയത്ത് എന്തായാലും മുളച്ച് വരുമല്ലോ. അതിൽ നിന്ന് ആരോഗ്യമുള്ള ഇഞ്ചി കഷ്ണങ്ങൾ എടുത്തിട്ട് നട്ട് കൊടുത്താൽ മതി. നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വളർന്നു വന്നതിന് ശേഷം ഒരു 15 ദിവസം കൂടുമ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് പച്ചിലയും ഇട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി. കരിയിലയോ പച്ചിലയോ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് മണ്ണിട്ട് കൊടുത്താൽ മതി. പിന്നെ മഴയുള്ളത് കൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ മഞ്ഞളിപ്പ് രോഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, പുഴുശല്യം ഉണ്ടെങ്കിൽ. അത്രയും ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ ഇഞ്ചി പറിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ, ഒരിക്കൽ കൂടി പറയാണ്. എല്ലാവർക്കും താങ്ക് യു.